പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരനുഭവം ശ്രദ്ധിച്ച് ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് സീന. ഞാൻ കൊച്ചി രൂപതയിലെ മുണ്ടംവേലി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നത്. എൻ്റെ മകൾ ഹിമ ചെവി കേൾക്കാത്ത കുട്ടിയാണ്. ഹിമ പഠിച്ചത് ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സ്കൂളിലാണ്. 10ാം ക്ലാസ് +2 വരെ പഠിച്ചത്. അപ്പം നന്നായി രണ്ട് ചെവിയും കേൾക്കാത്തതാണോ, ഒരു ചെവി കേൾക്കാത്ത കുട്ടിയാണോ? രണ്ട് ചെവിയും കേൾക്കൂല, രണ്ട് ചെവിയും കേൾക്കില്ലാത്ത കുട്ടിയാണ് ഹിമ. അപ്പം ഹിമ 10ാം ക്ലാസ്സിലും +2നും എല്ലാ A+ വാങ്ങിയാണ് ജയിച്ചത് ഹിമ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഹിമ നോർമൽ കുട്ടികളുടെ ഒപ്പം ഇപ്പോൾ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ സിവിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കണതാണ്. അപ്പം നോർമൽ കുട്ടികളുടെ ഒപ്പം ആകുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് ഇവരുടെ ട്രെയിനിങ് ഒന്നും ഇല്ലാത്ത ടീച്ചേഴ്സാണ്. അപ്പോൾ കുട്ടിക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നില്ല. അപ്പോൾ ആദ്യത്തെ സെമസ്റ്ററിൻ്റെ എക്സാമിന് 2 വിഷയത്തിന് തോറ്റ്, രണ്ടാമത്തെ സെമസ്റ്ററിന് 3 വിഷയത്തിന് തോറ്റ്, മൂന്നാമത്തെ സെമസ്റ്റർ എഴുതിയപ്പോൾ 4 വിഷയത്തിന് തോറ്റ്. അപ്പോൾ ഹിമ ഇതുവരെ ഹയസ്റ്റ് മാർക്ക് വാങ്ങി ജയിച്ചതുകൊണ്ട് ഇനി 3ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പപ്പ ഇനി ഞാൻ പഠിക്കുന്നില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നന്നായി പഠിച്ചിട്ടും എഴുതിയിട്ടൊന്നും കിട്ടുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഇനി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് എന്തായാലും ഹിമ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, പഠിത്തം നിർത്തണ്ട. എങ്കിലും ഞങ്ങൾ അഭിഷേകാഗ്നി വർഷങ്ങളായിട്ട് എല്ലാ ഞായറാഴ്ചയും കാണുന്നവരാണ്. അപ്പോൾ ഞങ്ങളത് 8:30 മണിക്ക് കുട്ടിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കുട്ടിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച എല്ലാവരും. അഭിഷേകാഗ്നിയുടെ സമയത്ത് അഭിഷേകാഗ്നി കാണുമ്പോൾ തന്നെ അച്ഛൻ പറയുന്നത് എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്താലേ കൊച്ചിന് മനസ്സിലാവുള്ളൂ. സാധാരണ ഒരാൾ സംസാരിക്കണത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം ഞങ്ങൾ എന്താ അച്ഛൻ പറഞ്ഞത്, എന്താ പറഞ്ഞതെന്ന് ചോദിച്ചിരിക്കും. ഞങ്ങൾ ഓരോന്നും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും കൊച്ചിന്. ഇപ്പോഴും ഞാൻ അവിടെ ഇരുന്ന് ഓരോന്നും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കണമായിരുന്നു കൊച്ചിന്, ഒന്നും മനസ്സിലാകില്ല. അപ്പം 4ാമത്തെ സെമസ്റ്റർ എഴുതി റിസൾട്ട് വന്ന് എല്ലാ വിഷയങ്ങൾക്കും 90% മുകളിൽ മാർക്ക് ലഭിച്ചു. അവിടെ നോർമൽ സ്കൂളിൽ പഠിച്ചിട്ട് നോർമൽ സ്കൂളിൽ 450 കുട്ടികളോളം സിവിൽ എഞ്ചിനീയറിങ്ങിന് എഴുതിയിട്ട് 3 നോർമൽ കുട്ടികൾക്കും ഹിമക്കും മാത്രമാണ് അത്രയും മാർക്ക് കിട്ടിയത്. ഹല്ലേലൂയ. 2 ചെവിയും കേൾക്കാത്തൊരു കുട്ടി ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുക, നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എങ്ങനെ പഠിക്കും? എന്നിട്ട് ഇവർ അഭിഷേകാഗ്നിയുടെ സമയത്ത് ഇവർ കരഞ്ഞ് പ്രാർത്ഥിച്ചു, എന്നിട്ട് പരീക്ഷ എഴുതി. റിസൾട്ട് വന്നപ്പോൾ എത്രയാ 90 മാർക്കിൽ മേലെ കിട്ടി. എല്ലാ വിഷയങ്ങൾക്കും 90-ന് മേലെ മാർക്ക് കിട്ടി. നോർമൽ 90 മാർക്കിന് മുകളിൽ.
കുട്ടി നോക്കിയാൽ എങ്ങനത്തെ ഒരു കുട്ടിയാണ്. 10ാം ക്ലാസ് എല്ലാ വിഷയത്തിനും സംസാരത്തിനും ചെവിക്കും സാധ്യതയില്ലാത്ത കുട്ടി. അപ്പോഴാണ് എല്ലാ വിഷയത്തിനും A+ 10ാം ക്ലാസ്സിന്. പിന്നെ ഡിഗ്രി അല്ല, സിവിൽ എഞ്ചിനീയറിംഗ് ആണോ? പ്ലസ് ടുവിന് A+, പ്ലസ് ടുവിന് എല്ലാ വിഷയത്തിനും A+. അത് കഴിഞ്ഞ് പിന്നെ എഞ്ചിനീയറിങ്ങിന് പിന്നെ ഓരോ വിഷയത്തിനും തോറ്റു. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് വേണ്ടി ടീച്ചർമാർ നോർമൽ ക്ലാസ്സുകൾ എടുക്കല്ലേ ഉള്ളൂ. അപ്പോൾ എന്നാൽ ഈ കുട്ടി ആ സാധാരണ കുട്ടികളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. പക്ഷേ കൂടെ ഇരുന്ന് എല്ലാ വിഷയത്തിനും 90% കൂടുതൽ മാർക്ക്. ആ വിഷയത്തിന് മനസ്സിലാവില്ലെങ്കിൽ ആ വിഷയത്തിന് കേൾക്കാതിരിക്കും. നോക്കുക, അപ്പോൾ ആ കുട്ടിയുടെ ഉള്ളിലെ കൃപ കണ്ടോ? നിനക്ക് എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നത്? നീ എങ്ങനെ മാർക്ക് കിട്ടിയത്? നീ അഭിഷേകിന് കണ്ടോ? അഭിഷേകിന് കണ്ടായിരുന്നോ? അഭിഷേകത്തിന് പ്രാർത്ഥന എപ്പോഴും എല്ലാ ഞായറാഴ്ചയും കാണും. അഭിഷേകത്തിന് എല്ലാ ഞായറാഴ്ചയും കാണും. അഭിഷേകത്തിന് എല്ലാ ഞായറാഴ്ചയും കാണും. കർത്താവ് കുട്ടീനെ അനുഗ്രഹിച്ച് കണ്ടു. നമുക്ക് 2 കണ്ണും 2 ചെവിയും പിന്നെ വലിയൊരു നാവും ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് ജയിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ കർത്താവ് ഈ കുട്ടിയുടെ അധ്വാനം എന്നിട്ട് എല്ലാ വിഷയത്തിനും A+, 10ാം ക്ലാസ്സിലെ എല്ലാത്തിനും A+, പ്ലസ് ടുവിന് A+, അതുകൂടാതെ എഞ്ചിനീയറിങ്ങിന് 90% കൂടുതൽ മാർക്ക് ഈശോ അങ്ങോട്ട് കൊടുത്തു. Praise the Lord. Hallelujah. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് വേഗം ചാടി എഴുന്നേൽക്കാം. കുറച്ചു നേരം കർത്താവിനെ ആരാധിച്ച് ദൈവാത്മാവിൻ്റെ പുതിയ അഭിഷേകങ്ങൾ നിറയാൻ വേണ്ടി നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. 2 കരങ്ങൾ ഉയർത്താം. All children, let us praise our God. Let us worship our God. Hallelujah. 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 Glory, 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 glory. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ഓ ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ ദാസിദാസന്മാരുടെ മേൽ ആവസിക്കണമേ. കർത്താവേ, തളർന്ന ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തളർന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ ഉണർത്തണമേ. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ കരയുവതോ മനമേ, മരുഭൂമിയിലെ പൊരിവെയിലിൽ നീ
കരയുവതോ മനമേ. ഹാഗാറിന്റെ നിലവിളി കേട്ട ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും. ഹാഗാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും. തപ്പുകളാലെ കിന്നരമോ ഉയർത്തി കൈയടിച്ച് മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തളർന്നവർ ജീവൻ പ്രാപിക്കട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, കുട്ടികൾ ഉണർവ് പ്രാപിക്കട്ടെ, യുവതിവാക്കന്മാരുടെ ആത്മാവ് നിറയട്ടെ, എല്ലാ യുവതിവാക്കന്മാരുടെ മേലും പരിശുദ്ധാത്മാവ് നിറയട്ടെ, എല്ലാ കുടുംബങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ് നിറയട്ടെ. രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഓ അത്ഭുതത്തിന്റെ ശക്തിയെ, പരിശുദ്ധാത്മാവേ, സൗഖ്യം നൽകുന്ന ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യമേ, മഹത്വത്തിന്റെ രാജാവേ, നിലവിളി കേൾക്കുന്നവനെ, ബലഹീനരുടെ ബലഹീനതകളിൽ വന്ന് സഹായിക്കുന്നവനെ, കണ്ണുനീർ ഒപ്പിയെടുക്കുന്നവനെ, യുവതി യുവാക്കന്മാരെ ബലപ്പെടുത്തുന്നവനെ, കുട്ടികൾക്ക് ധൈര്യം നൽകുന്നവനെ, തകർന്ന ഹൃദയങ്ങൾക്ക് വീണ്ടും പുതുജീവൻ നൽകുന്നവനെ, പൈശാചിക പീഡകളിൽ നിന്ന് വിടുവിക്കുന്നവനെ, രോഗക്കെട്ടുകൾ അഴിക്കുന്നവനെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എല്ലാ ഹൃദയങ്ങളെയും ഞങ്ങൾ മുഴുവനും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഓ ഹോളി സ്പിരിറ്റ്, fill us with your divine wisdom. Help us to understand the divine wisdom, oh Holy Spirit, oh Heavenly Spirit. ഓ ജീവിക്കുന്നവനായ പരിശുദ്ധാത്മാവേ, സകല കുടുംബങ്ങളെയും ജീവിതങ്ങളെയും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. രോഗികളെ അവിടുന്ന് പ്രത്യേകം സ്പർശിക്കണമേ. ബാലികാബാലന്മാരെയും കുട്ടികളെയും പ്രത്യേകം അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്ലീസ് ബി സീറ്റഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം 1-ാമത്തെ തിരുലിഖിതം, ബുക്ക് ഓഫ് ജനേസിസ് ചാപ്റ്റർ 17 വേഴ്സ് 1. അബ്രാഹത്തിന് 90 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. ചാപ്റ്റർ 17 വേഴ്സ് 1. When Abraham was 99 years old, the Lord appeared to Abraham and said to him, I am God Almighty. Walk before me and be blameless. Walk before me and be perfect. Be blameless, be perfect in your dealings. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് എൻ്റെ സന്നിധിയിൽ വ്യാപരിച്ച് കുറ്റമറ്റവനായിരിക്കുക. Walk before me and be blameless and be perfect. നമ്മുടെ പ്രവർത്തികളിൽ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ദൈവവചനം നമുക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഒന്നാമതായി ദൈവവചനം നൽകുന്ന നിർദ്ദേശം എങ്ങനെയാണ്? നിങ്ങൾ എല്ലാ കാര്യങ്ങളും ദൈവ വിചാരത്തോടെ ചെയ്യണം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതം, ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 3 വേഴ്സ് 6. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആയിരിക്കട്ടെ, അവിടുന്ന് നിനക്ക്
വഴി തെളിച്ചു തരും. Proverbs 3:6 according to NRSV we read like this: in all your ways acknowledge your God and he will make straight your paths. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ, നിന്റെ വഴികൾ തെളിയും. നിന്റെ വഴി ദൈവം നിനക്ക് തെളിച്ചു തരും. രണ്ടാമതായി ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം, നീ ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവ മഹത്വത്തിന് വേണ്ടി ചെയ്യുക. 1 കൊരിന്തോസ് 10-ാം അധ്യായം 31-ാമത്തെ തിരുലിഖിതം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. 1 Corinthians 10:31. So whether you eat or you drink or whatever you do, do everything for the glory of God. നമ്മൾ ചിന്തിക്കണം, നമ്മൾ പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, അധ്വാനിക്കുന്നു, കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നു, എന്തിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്? നമ്മുടെ ലക്ഷ്യം മാനുഷികമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവീകമായ വളർച്ച ഉണ്ടാവുകയില്ല. You will not become perfect before God. You will not be blameless before God. മാനുഷികമായ എല്ലാ വീക്ക്നെസ്സും അതിൽ വന്ന് നീ മാനുഷികമായ അവസ്ഥയിൽ ബന്ധിക്കപ്പെടും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. whether you eat or drink or whatever you do, do everything for the glory of God. You must have purity of intention. ചാരിറ്റി വർക്ക് ചെയ്യുമ്പോഴും സുവിശേഷ വേല ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എന്തു തന്നെ ചെയ്താലും you must have purity of intention. മൂന്നാമതായി ദൈവവചനം നമുക്ക് നൽകുന്ന നിർദ്ദേശമാണ്, എല്ലാ കാര്യങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യണം. കൊളോസ്സസ് ലേഖനത്തിൽ 3-ാം അധ്യായം 17-ാം തിരുലിഖിതം: നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു തന്നെ ചെയ്താലും അതെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. കൊളോസ്യൻസ് ചാപ്റ്റർ 3:17 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: ആൻഡ് വാട്ട് എവർ യു ഡു ഇൻ വേർഡ് ഓർ ഡീഡ്, ഡു എവറിത്തിങ് ഇൻ ദ നെയിം ഓഫ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഗിവിംഗ് താങ്ക്സ് ടു ഗോഡ് ദ ഫാദർ ഓൾമൈറ്റി. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യും. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വെള്ളം കൊടുക്കണം. ഒരുവനെ സ്വീകരിക്കുമ്പോൾ എൻ്റെ നാമത്തിൽ അവനെ സ്വീകരിക്കണം. ഇതാണ് ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വാട്ട് എവർ യു ഡു, വെൻ എവർ യു ഡു, വെറെവർ യു ഡു, ഡു എവറിത്തിങ് ഇൻ ദ നെയിം ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, Hallelujah. പ്രൈസ് ദി ലോർഡ്, Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നാലാമതായി ദൈവവചനം നമുക്ക് നൽകുന്ന നിർദ്ദേശം, എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും അത്യുന്നതനെ പ്രകീർത്തിക്കണം. നന്മയായാലും തിന്മയായാലും, രോഗമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും, സമാധാനമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളിലും ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും നമുക്ക് ദൈവം അനുവദിച്ചു തരുന്ന സർവ്വ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കണം. എന്നുവെച്ചതിൽ പറഞ്ഞ ഹല്ലേലൂയ, Hallelujah. നമ്മൾ വായിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാം അധ്യായത്തിലെ 8-ാമത്തെ തിരുലിഖിതം. ദാവീദ് എന്ന് പറഞ്ഞ ദൈവ പൈതല് ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും അത്ഭുതകരമായി വിജയം വരിച്ചതിന് മർമ്മം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രഭാഷകൻ 47:8. തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 47:8. In all that he did, he gave thanks to the Holy One, the Most High, proclaiming his glory. He sang praise with all his heart and he loved his maker. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച്
പരിശുദ്ധനായവന് അവൻ കൃതജ്ഞത അർപ്പിച്ചു. രോഗമാകട്ടെ ആരോഗ്യമാണ്. ആ സൗൾ രാജാവ് ദാവീദിനെ ഒരുപാട് പീഡിപ്പിച്ചു. അപ്പോഴൊക്കെ ദൈവത്തിന് പ്രകീർത്തനം കൊടുത്തു, ദൈവത്തെ പ്രകീർത്തിച്ചു, ദൈവത്തിന് മഹത്വം കൊടുത്തു. അതുകൊണ്ട് വിശുദ്ധ ലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകിക്കൊണ്ടേയിരുന്നു. അത്യുന്നതനെ പ്രകീർത്തിക്കുക, പരിശുദ്ധനായവനെ മഹത്വപ്പെടുത്തുക, ഇത് ഒരു ചെറിയ കാര്യമല്ല. എല്ലാ പ്രവർത്തികളും, എവറി ഡേ, എവറി മോമെന്റ്, എവറി മിനിറ്റ് വി ഹാവ് ടു ഡു ദാറ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തതായി അഞ്ചാമതായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതാണ്, നീ ഒരു കാര്യം ചെയ്യുമ്പോൾ നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നീ സന്തോഷത്തോടെ ചെയ്യണം. എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ, മുറുമുറുപ്പ് കൂടാതെ, തർക്കം കൂടാതെ ചെയ്യുവിൻ. ഇത് നമ്മൾ വായിക്കുന്നത് 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 9 വേഴ്സ് 7. 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 9 വേഴ്സ് 7. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്സത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെ ആണ് ദൈവം സ്നേഹിക്കുന്നത്. യു ഹാവ് ടു ബി ചിയർഫുൾ ഇൻ ഓൾ യുവർ ഡീഡ്സ്. നിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നീ സന്തോഷത്തോടെ വ്യാപരിക്കണം. സന്തോഷത്തോടെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ചെയ്യണം. ജോലിക്ക് പോകുമ്പോൾ സന്തോഷത്തോടെ ജോലി ചെയ്യണം. വെൽക്കം ചെയ്യുമ്പോൾ സന്തോഷത്തോടെ വെൽക്കം ചെയ്യണം. അനുഗ്രഹിക്കുമ്പോൾ സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നിൻ്റെ മേൽ കരകവിഞ്ഞൊഴുകും. ദൈവം എല്ലാവരും എപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അപ്പനും അമ്മ എപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവരെ പ്രീതിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ആ കണ്ണുകളിൽ നിന്ന് നമ്മുടെ മേൽ വഴിഞ്ഞൊഴുകുന്നൊരു വാത്സല്യം, അത് നമുക്ക് അനുഭവമുള്ളതല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവം എപ്പോഴും എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവവചനം അനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വലിയ സംപ്രീതി ഉണ്ടാകും. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 9 വേഴ്സ് 7. Each of you must give as you have made up your mind, not reluctantly or under compulsion, for God loves a cheerful giver. God loves a cheerful giver. Praise the Lord. Praise the Lord. Hallelujah. 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 ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായം 14-15 തിരുലിഖിതങ്ങൾ, എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവീൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ ഈ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളായി പ്രകാശിക്കുവീൻ. Praise the Lord. Praise the Lord. Hallelujah. 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 ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഈ പരിശുദ്ധമായ ചിന്തകളോടെ ആരാധന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ സന്നിധിയിൽ മുട്ടുകുത്തി നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവൻ്റെ ജീവനായ യേശു ഇവിടെയുണ്ട്. ഇപ്പോൾ ഓരോ കുടുംബങ്ങളിൽ നിന്ന് വലിയ തരത്തിലുള്ള പ്രതികൂലങ്ങളും കടബാധ്യതകളും തകർച്ചകളും മാരകവ്യാധികളും കുട്ടികൾക്ക് പഠിക്കാനുള്ള തടസ്സങ്ങളും പഠിച്ചിട്ടും ജയിക്കാൻ പറ്റാത്ത കുട്ടികളുടെ വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട പ്രതികൂലങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സാത്താൻ നമുക്കെതിരെ ഒരുക്കിയിരിക്കുന്ന എല്ലാ കൗശലങ്ങളും അവൻ്റെ തന്ത്രങ്ങൾ പരാജയപ്പെടട്ടെ. കഠിന പാപത്തിൽ ബന്ധിക്കപ്പെടുന്ന ആത്മാക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. മദ്യപാനത്തിന് കെട്ടുകളിരിക്കുന്നവർ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. പുകവലിയുടെയും ഡ്രഗ്സിൻ്റെയും അടിമത്തത്തിൽ കിടക്കുന്ന ജീവിതങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കുന്നു. നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും പേരാന്തരം ഇപ്പോൾ യേശുവിൻ്റെ സന്നിധി സമർപ്പിച്ച് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക കുടുംബങ്ങൾക്ക് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ കർത്താവ് കൃപ നൽകുന്നു. വലിയ അഭിഷേകങ്ങൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. അനേക കോൺവെന്റുകൾ വിടുതൽ പ്രാപിക്കുന്നു. അനേക സമർപ്പിതരുടെ മേൽ കർത്താവിന് കൃപ വർഷിക്കുന്നു. അനേക വൈദികരുടെ മേൽ കർത്താവ് അഭിഷേകം ചൊരിയുന്നു. കൃപയുടെ അഭിഷേകം വ്യാപരിക്കുന്നു.
ലോകത്തിന്റെ മേൽ കർത്താവിന്റെ കാരുണ്യം അവിടുന്ന് ചൊരിയുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഇപ്പോൾ ഈ ദൈവമക്കളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഇവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന്, ആത്മാക്കളിൽ നിന്ന്, ജീവിതങ്ങളിൽ നിന്ന് കാലങ്ങളായുള്ള അന്ധകാരത്തിന്റെ അധിപതികളെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. യേശു നാമത്തിൽ വിടുതൽ. യേശുവിൻ നാമത്തിനാ ശത്രുവിൻ കോട്ടകൾ. In the mighty name of Jesus. യേശുവിൻ ജയക്കൊടി, ജയക്കൊടി. വചനമം വാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ. യേശുവിൻ നാമത്തിനാ. യേശുവേ, ഓരോ കുടുംബങ്ങളിൽ തലമുറകളെല്ലാം വിനാശങ്ങൾ വിട്ടുപോകട്ടെ. എത്ര ചികിത്സിച്ചിട്ട് സൗഖ്യം പ്രാപിച്ച രോഗങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തൽക്ഷണം സൗഖ്യം സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ കൈകളടിച്ച് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ശാസിക്കുന്നു. വിട്ടുപോകാ. In the name of Jesus, command you. വിട്ടുപോകാ. ശത്രുവിൻ കോട്ടകൾ. കൈകൾ ഉയർത്തി കൈയടിച്ച് യേശുവിൻ ജയക്കൊടി, ജയക്കൊടി. വചനമം വാളെടുത്ത് എതിർക്കുവിൻ, എതിർക്കുവിൻ. യേശുവിൻ നാമത്തിനാ, യേശുവിൻ നാമത്തിനാ. തുടർന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നോക്കി ഉച്ചത്തിൽ യേശുവിനെ വിളിക്കുന്ന സമയമാണ്. ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് എല്ലാ ദൈവമക്കളും കൈകൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, യേശുവേ, 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 യേശുവേ. കൈകൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്. ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്. ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയേ, നിത്യസഹായക